എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക, അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണോ, അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കെതിരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കെതിരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ മാസം 27-ന് പ്രസിദ്ധീകരിക്കും. 20-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ദിവസം മുമ്പേ തന്നെ എന്ത് ചെയ്തു, ഈ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 27-ന് പ്രസിദ്ധീകരിക്കുമെന്നൊരു ഒഫീഷ്യൽ ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 26 കൂടി തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ റിസൾട്ട് വന്നാൽ കൃത്യമായി നമ്മുടെ ചാനലിൽ കൂടെ തന്നെ വിദ്യാർത്ഥികളിലേക്ക് അപ്ഡേറ്റ് ചെയ്തെത്തിക്കും. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം FYUG CAP 2024 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടി വരും? മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരും. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടച്ചവരായതുകൊണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരില്ല. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി എവിടെയെങ്കിലും സീറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കെല്ലാം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കും. നിങ്ങളുടെ ഓപ്ഷൻസിൽ മാറ്റം വന്നാലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ നിർബന്ധമായും എടുക്കണം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി ലഭിക്കുന്നവർ മാൻഡറ്ററി ഫീ അടയ്ക്കുകയും വേണം, ഒപ്പം അഡ്മിഷൻ എടുക്കുകയും വേണം. അഡ്മിഷൻ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ പെർമനൻ്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനും അതിന് താഴെ അഡ്മിഷൻ ലഭിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുത്തിരിക്കണം. അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അത് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അത് വിദ്യാർത്ഥികളുടെ താല്പര്യമായിരിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതിനിടയിൽ ഡൗൺലോഡ് ഹിയർ ഫ്രം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ വരും വീഡിയോകളിലൂടെ അറിയിക്കും. കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പോൾ വേണ്ടി പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.